ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ കഥ കേൾക്കണ്ടേ? സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ, പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലൂടെ രാമായണ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ ഈ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. രാവണവധം. രാമരാവണ രഥങ്ങൾ പാഞ്ഞടുക്കുകയും തെന്നിമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. ആകാശം പൊടിപടലം കൊണ്ട് നിറഞ്ഞു. ദിവ്യമായ ആയുധങ്ങൾ അവർ അന്യോന്യം പ്രയോഗിച്ചു. ഇന്ദ്രസാരഥി അമ്പുകൾ കൊണ്ട് മൂടപ്പെട്ടെങ്കിലും തേജസ് മങ്ങാതെ കാണപ്പെട്ടു. സാരഥിയെ മുറിവേൽപ്പിച്ചതിൽ കോപാകുലനായ രാമചന്ദ്രൻ രാവണനെതിരെ അമ്പുകൾ തുരുതുരാ വർഷിച്ചു. കടലുകൾ ഇരമ്പി, ആകാശം മറഞ്ഞു, കാറ്റുപോലും വിഷാദയായി. ശ്രീരാമചന്ദ്രൻ ഒരു ഘോരശരം ആകർണാന്തം വലിച്ചുവിട്ടു. അതേറ്റ് രാവണ ശിരസ് ഭൂമിയിൽ പതിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, രാവണ ശിരസ് വീണ്ടും യഥാസ്ഥാനത്ത് മുളച്ചു വന്നു. ആ തലയും രാമചന്ദ്രൻ എയ്തു വീഴ്ത്തി. ആ സ്ഥാനത്ത് മറ്റൊരു ശിരസ് പ്രത്യക്ഷമായി. ആ ശിരസും ഭൂമിയിൽ പതിച്ചു. 101 തവണ രാവണ ശിരസ് ഭൂമിയിൽ വീണു. അപ്പോഴും രാവണൻ്റെ കഴുത്തിൽ പൂർവാധികം ശോഭയോടെ ശിരസ് നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ ഫലിക്കാത്തതിൽ ശ്രീരാമചന്ദ്രന് ഖേദം തോന്നി തുടങ്ങി. അപ്പോൾ മാതലി ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, അങ്ങ് അമാന്തിക്കാതെ ബ്രഹ്മാസ്ത്രം അയക്കണം. ഇവൻ്റെ മരണം ദേവന്മാർ പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ്. ഉടൻ തന്നെ അഗസ്ത്യ മഹർഷി നൽകിയ ദിവ്യാസ്ത്രമെടുത്തു. ദേവേന്ദ്രന് വേണ്ടി ബ്രഹ്മാവ് നിർമ്മിച്ചതാണത്. അസ്ത്രത്തിൻ്റെ ചിറകിൽ വായുവും മുനയിൽ അഗ്നിയും ആദിത്യനുമാണ്. ശരീരത്തിലാകട്ടെ ആകാശവും. ആ ദിവ്യമായ ആയുധം കയ്യിലേന്തി മന്ത്രം ജപിച്ച് ഞാണിൽ ചേർത്ത് തൊടുത്തു. ബ്രഹ്മാസ്ത്രം രാവണൻ്റെ നെഞ്ചു പിളർത്തി, ജീവനെ വേർപെടുത്തി. പിന്നീട് തിരിച്ചു വന്ന് രാമചന്ദ്രൻ്റെ ആവനാഴിയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. രാവണൻ വൃത്രാസുരനെ പോലെ രഥത്തിൽ നിന്നും ഭൂമിയിലേക്ക് മറിഞ്ഞു വീണു. അത് കണ്ട് ശേഷിച്ച രാക്ഷസന്മാർ നാലുപാടും ചിതറി ഓടി. വാനരന്മാർ അവരുടെ പിന്നാലെ ചെന്ന് അവരെ ആക്രമിച്ചു. രക്ഷപ്പെട്ടവരാകട്ടെ സ്വന്തം വീടുകളിൽ കയറി ഒളിച്ചിരുന്നു. ദേവന്മാർക്കുണ്ടായ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. എല്ലാ ദിക്കുകളും പ്രകാശമാനമായി. സ്വന്തം ജ്യേഷ്ഠൻ്റെ മരണം കണ്ട് വിഭീഷണന് അടക്കാനാവാത്ത ദുഃഖമുണ്ടായി. മാറിടം തകർന്ന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാവണനെ നോക്കി ആ സാധു വിലപിച്ചു. യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് വീരസ്വർഗമാണ് വിധിച്ചിട്ടുള്ളതെന്നും അതോടെ ആ ആത്മാവിന് മോക്ഷം ലഭിക്കുകയാണ് ചെയ്തതെന്നും രാമൻ വിഭീഷണനോട് പറഞ്ഞു. യുദ്ധത്തിൽ മരിച്ചവരെ ഓർത്ത് വിലപിക്കുന്നത് വീരന്മാർക്ക് യോജിച്ചതല്ല. മാത്രമല്ല, യശസ്സോടെ മരിച്ച രാവണനെ യഥാവിധി സംസ്കരിക്കുകയാണ് വേണ്ടതെന്ന് വിഭീഷണനെ ഉപദേശിച്ചു. രാക്ഷസ ചക്രവർത്തിക്ക് യോജിച്ച വിധത്തിലുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ അനുവാദം തരണമെന്ന് വിഭീഷണൻ രാമനോട് അഭ്യർത്ഥിച്ചു. മരണത്തോടെ വൈരമില്ലാതാവുകയാണ്. അതിനാൽ ഉചിതമായ രീതിയിൽ സംസ്കാരം നടത്താൻ രാമൻ അനുവാദം നൽകി. അന്തഃപുരത്തിൽ രാക്ഷസ സ്ത്രീകളുടെ അലമുറ ഉയർന്നു കേട്ടു. രക്തം പുരണ്ട് വീണ് കിടന്നിരുന്ന രാവണ ശരീരത്തിലേക്ക് വീണ് അവർ പൊട്ടിക്കരഞ്ഞു. 3 ലോകങ്ങളെയും വിറപ്പിച്ച രാവണനെ വെറും ഒരു മനുഷ്യൻ നിഗ്രഹിച്ചതിൽ അവർക്ക് അത്ഭുതം തോന്നി.
വിഭീഷണന്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഈ ദുരന്തം രാക്ഷസകുലത്തിന് വരികയില്ലായിരുന്നല്ലോ എന്നവർ വിലപിച്ചു. പ്രതാപശാലിയും മായായുദ്ധ തന്ത്രജ്ഞനുമായ രാവണന്റെ ജീവനറ്റ ശരീരം കണ്ട് പട്ടമഹിഷിയായ മണ്ഡോദരി മഹാദുഃഖത്താൽ വിങ്ങിപ്പൊട്ടി. രാവണൻ ഒരേ ഒരു ഭീരുത്വമേ കാണിച്ചിട്ടുള്ളൂ. അത് രാമനെ എതിരിടാതെ സീതയെ തന്ത്രപൂർവം അപഹരിച്ചതാണെന്ന് മണ്ഡോദരി ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. രാവണനോടൊപ്പം ഉല്ലാസപൂർവം കഴിഞ്ഞ നാളുകൾ ആ രാക്ഷസ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നുപോയി. ആ സുഖങ്ങളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടതിൽ അവർ ദീനം വിലപിച്ചു. പ്രഭോ, രാമൻ സാധാരണ മനുഷ്യനല്ല. സേതു ബന്ധിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി രാമൻ മനുഷ്യനല്ലെന്ന്. എന്നാൽ ഇന്ദ്രനും യമധർമ്മനും ആകാനിടയില്ല. അവർക്ക് അങ്ങയുടെ നേരെ നിൽക്കാൻ പോലുമുള്ള കെൽപ്പില്ല. മഹാവിഷ്ണു മനുഷ്യരൂപമെടുത്ത് വന്നത് തന്നെയാണെന്നതിൽ സംശയം വേണ്ട. അധർമ്മത്തെ ജയിച്ച് ധർമ്മത്തെ വീണ്ടെടുക്കാൻ വന്ന തേജസ്സാണത്. പണ്ട് 6 ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയതിന് ഇന്ദ്രിയങ്ങൾ നടത്തിയ പ്രതികാരമാണിത്. കാമർത്തിയാൽ അങ്ങ് സീതയെ അപഹരിച്ചു. അത് അങ്ങയുടെ നാശത്തിൽ കലാശിക്കുകയും ചെയ്തു. സീതയുടെ ശാപം ഫലിച്ചു. കുലമഹിമയിലും സൗന്ദര്യത്തിലും മറ്റെന്തിലും സീതയേക്കാൾ മികച്ചവളായ തന്നെ ശ്രദ്ധിക്കാതെയാണ് കാമമോഹിതനായ രാവണൻ രാമപത്നിയെ മോഹിച്ചത്. അതുകൊണ്ടാണ് അന്തഃപുര സ്ത്രീകളുടെ ശാപം ഫലിച്ചത് എന്നും മണ്ഡോദരി വിലപിച്ചു. പതിവ്രതകളുടെ ശാപം ഫലിക്കുക തന്നെ ചെയ്യും. അധികം കഴിയും മുമ്പ് മണ്ഡോദരി ബോധരഹിതയായി രാവണന്റെ മാറിൽ വീണു. അധർമ്മിയായിരുന്ന രാവണന് അന്ത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിഭീഷണൻ രാമനോട് പറഞ്ഞു. മരണത്തോടുകൂടി ആ വീരനോടുള്ള എല്ലാ ശത്രുതയും നശിക്കണമെന്നും അതിനാൽ വിഭീഷണൻ തന്നെ അന്ത്യക്രിയകൾ ചെയ്യണമെന്നും രാമൻ ഉപദേശിച്ചു. രാമൻ്റെ ഉപദേശത്തെ മാനിച്ച് വിഭീഷണൻ സംസ്കാരത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ശേഷക്രിയകൾ ചെയ്യുവാൻ മാല്യവാനും ഒപ്പം ചേർന്നു. രാവണ ശരീരം സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി സ്വർണ്ണപ്പല്ലക്കിൽ കയറ്റി പിന്നീട് ശാസ്ത്രവിധിക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തു. പൂക്കൾ വിതറി ശയ്യ വിരിച്ച് ചിതയ്ക്ക് തീ കൊളുത്തി സ്ത്രീകളെ അന്തഃപുരത്തിലേക്ക് മടക്കി അയച്ചു. ഹനുമത് സീതാ സംവാദം. രാവണന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം രാമൻ മാതലിയെ യാത്രയാക്കി. പിന്നീട് സുഗ്രീവാദി വാനരന്മാരോടൊത്ത് മടങ്ങിപ്പോയി. വിഭീഷണനെ ലങ്കാധിപതിയായി അവരോധിക്കുവാനുള്ള തൻ്റെ തീരുമാനം അദ്ദേഹം ലക്ഷ്മണനെ അറിയിച്ചു. ജ്യേഷ്ഠൻ്റെ ആഗ്രഹം അറിഞ്ഞ ഉടനെ ലക്ഷ്മണൻ സമുദ്രജലം കൊണ്ടുവന്ന് കുംഭാഭിഷേകം നടത്തി. വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിച്ചു. ലങ്കയിലെ ജനങ്ങൾ സന്തോഷത്തോടെ വിഭീഷണനെ ആദരിച്ച് ആനയിച്ചു. തനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ എല്ലാം വിഭീഷണൻ ഭക്തിപൂർവം രാമന് സമർപ്പിച്ചു. സമയം പാഴാക്കാതെ വിഭീഷണന്റെ അനുമതിയോടുകൂടി സീതയെ കണ്ടുവരണമെന്ന് മാരുതിയോട് രാമൻ കൽപ്പിച്ചു. സീതയെ കണ്ട് സന്ദേശവുമായി വേണം മടങ്ങേണ്ടതെന്ന് രാമൻ ഹനുമാനെ ഓർമ്മിപ്പിച്ചു. ഹനുമാൻ ഞൊടിയിടയ്ക്കുള്ളിൽ അശോകവനിയിലെത്തി. ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. ദേവിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു വികസിച്ചു. ഹനുമാൻ രാമചന്ദ്രൻ്റെ സന്ദേശം ദേവിയെ ധരിപ്പിച്ചു. ദേവി, സ്വാമി എന്നോടിങ്ങനെ അരുളി ചെയ്തു. ദേവിയെ പിരിഞ്ഞതിനു ശേഷം എനിക്ക് ശരിക്കൊന്ന് ഉറങ്ങുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ശത്രുവായ രാവണനെ ഞാൻ വധിച്ചു. രാജ്യം വിഭീഷണന് നൽകി. ഇനി ഭയമില്ലാതെ സ്വന്തം രാജ്യത്തെന്ന പോലെ ഇരിക്കൂ. ഞാൻ ദേവിയെ കാണാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തള്ളലിൽ ദേവിക്ക് ഒന്നും മിണ്ടുവാനായില്ല. ഇത് കണ്ട് സംശയിച്ച ഹനുമാൻ ദേവി എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇടറിക്കൊണ്ട് ആ സതീരത്നം ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ഭർത്താവിൻ്റെ വിജയം എന്നെ സന്തോഷത്താൽ ആറാടിച്ചു. അതുകൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടാതെയും വന്നു. ഈ വാർത്ത എന്നെ അറിയിച്ച നിനക്ക് ഏത് തരത്തിലുള്ള സമ്മാനം തന്നാലും മതിയാകില്ല.
ലോകത്തിലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും അതിന് പകരമാവില്ല. 3 ലോകത്തിലെ ചക്രവർത്തി പദത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളാണ് ദേവി അരുളി ചെയ്തതെന്ന് ഹനുമാൻ പറഞ്ഞു. ഈ ഘോര രാക്ഷസികളെ അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ചിത്രവധം നടത്താം. ഇത്രയും കാലം ദേവിയെ ഭയപ്പെടുത്തിയവരും ശകാരിച്ചവരുമാണിവർ. എന്നാൽ ദേവി ഹനുമാനെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: വാനരശ്രേഷ്ഠ, രാജാജ്ഞ അനുസരിച്ചാണ് ഇവർ അങ്ങനെ ചെയ്തത്. അവർ ദാസിമാരാണ്. അല്ലെങ്കിൽ തന്നെ തെറ്റു ചെയ്യാത്തവരായി ലോകത്തിൽ ആരുണ്ട്? ആശ്രിതവത്സലനായ പ്രിയതമനെ കാണുവാൻ അത്യാഗ്രഹമുണ്ടെന്ന് പ്രതിസന്ദേശം നൽകി സീത ഹനുമാനെ രാമസന്നിധിയിലേക്ക് അയച്ചു. സീതാദേവിയെ രാമചന്ദ്രൻ ഉടൻ തന്നെ കാണണമെന്ന് ഹനുമാൻ വിനയപൂർവ്വം പറഞ്ഞു. പ്രിയതമനെയും അനുജനെയും കാണുവാൻ അത്യാഗ്രഹം പൂണ്ടിരിക്കുകയാണ് താനെന്ന് സ്വാമിയെ അറിയിക്കുവാൻ വൈദേഹി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് കേട്ട് കണ്ണീരടക്കി രാമചന്ദ്രൻ ചിന്തയിലാണ്ടു. അടുത്തു നിന്ന വിഭീഷണനോട് ഇങ്ങനെ അരുളി ചെയ്തു: മുങ്ങിക്കുളിച്ച് സർവ്വാഭരണങ്ങളും അണിഞ്ഞ് സീത എൻ്റെ മുമ്പിൽ ഉടനെ എത്തണം. വിഭീഷണൻ സ്ത്രീകളെ അയച്ച് വിവരം സീതയെ ധരിപ്പിച്ചു. പക്ഷേ കുളിക്കുവാനുള്ള സമയം പോലും കളയാൻ സീതയുടെ ഭർതൃസ്നേഹം അനുവദിച്ചില്ല. ഉടൻ തന്നെ രാമനെ കാണണമെന്ന് സീത ശഠിച്ചു. എന്നാൽ ഭർത്താവിൻ്റെ ഹിതം അനുസരിക്കുന്നതല്ലേ ഉചിതമെന്ന വിഭീഷണൻ്റെ ഉപദേശം മാനിച്ച് ആ പതിവ്രത മുങ്ങിക്കുളിച്ചു. പട്ടും ആഭരണങ്ങളും അണിയിക്കപ്പെട്ടു. പട്ടുകൊണ്ട് മൂടിയ പല്ലക്കിൽ അകമ്പടിയോടെ രാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു. രാവണൻ്റെ ഗൃഹത്തിൽ വളരെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ സീത വരുന്നതറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും അരിശവും രാമചന്ദ്രനിൽ വർദ്ധിച്ചു വന്നു. സീതയെ വേഗത്തിൽ കൊണ്ടുവരൂ എന്നു തുടങ്ങിയ പരുഷവാക്കുകൾ ആ മഹാൻ പറഞ്ഞു തുടങ്ങി. ഉടൻ തന്നെ ചുറ്റുമുണ്ടായിരുന്ന വാനരന്മാരെയും രാക്ഷസ സ്ത്രീകളെയും ഭടന്മാർ അടിച്ചോടിക്കാൻ തുടങ്ങി. രാമൻ രക്ഷാഭടന്മാരുടെ ഈ പ്രവൃത്തി തടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നെ എന്താണ് ഒട്ടും മാനിക്കാത്തത്? ഇവരെല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഇവരെ അടിച്ചോടിക്കേണ്ടതില്ല. ഉത്തമ സ്ത്രീകൾക്ക് മറയായിട്ടുള്ളത് സദാചാരമാണ്. സീതയാകട്ടെ ആപത്തിൽപ്പെട്ടവളാണ്. അവളെ മറ്റൊരാൾ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് പല്ലക്കിൽ നിന്നിറക്കി പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് നടത്തിക്കൊണ്ടുവരൂ. ഇത്രത്തോളമായപ്പോൾ രാമചന്ദ്രൻ വെറുമൊരു സാധാരണക്കാരനെ പോലെ പെരുമാറി തുടങ്ങി. പത്നിയെ മാനിക്കാത്ത ഒരുവനെ പോലെ തോന്നിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. സീതയാകട്ടെ ലജ്ജ കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് ഇറങ്ങിപ്പോയി. ലജ്ജ കൊണ്ട് തല താഴ്ത്തി വിഭീഷണൻ്റെ പിന്നാലെ ദേവി രാമസന്നിധിയിലെത്തി. ആയിരക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തിൽ വസ്ത്രങ്ങളിൽ മുഖം മറയ്ക്കപ്പെട്ട ദേവി രാമചന്ദ്രൻ്റെ മുന്നിൽ നിന്നു. മെല്ലെ ആര്യപുത്ര എന്ന് വിളിച്ചു. ആ സ്വരത്തിൽ ഏതു വികാരമാണ് നിറഞ്ഞു നിന്നത് എന്ന് പറയുവാൻ കഴിയില്ല. അതിൽ സ്നേഹവും വിസ്മയവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. മെല്ലെ തല ഉയർത്തി ദേവനെ ഒന്ന് നോക്കി. സീതയുടെ അഗ്നിപ്രവേശം. തല കുമ്പിട്ട് ഒരു ഭാഗത്തായി ഒതുങ്ങി നിന്ന സീതയുടെ മുമ്പിൽ രാമൻ തൻ്റെ മനസ്സിലുള്ളത് തുറന്നു കാണിച്ചു. ഭദ്രേ, യുദ്ധത്തിൽ ശത്രുക്കളെ തോൽപ്പിച്ച് ഞാൻ നിന്നെ വീണ്ടെടുത്തു. പൗരുഷമുള്ളവൻ ചെയ്യേണ്ടതെന്തോ അത് ഞാൻ ചെയ്തു. ലങ്കാരാജ്യം തന്നെ ഇല്ലാതാക്കി. ഹനുമാനും വിഭീഷണനും സുഗ്രീവനും അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം ലഭിച്ചു. ഇത് കേൾക്കുന്തോറും ദേവി പകച്ചുപോയി. കണ്ണുകൾ ഈറനണിഞ്ഞു. ദേവിയെ മുന്നിൽ കാണും തോറും ദേവൻ്റെ അരിശം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത്. ദേവിയുടെ കണ്ണിൽ നിന്നൂർന്നിറങ്ങിയ കണ്ണുനീർ അഗ്നിയിൽ വീഴുന്ന നെയ് പോലെ ദേവൻ്റെ അരിശത്തെ വർദ്ധിപ്പിച്ചു. രാമൻ തുടർന്നു: ഞാനീ ചെയ്തതൊന്നും നിനക്ക് വേണ്ടിയല്ല. എൻ്റെ വംശത്തിൻ്റെ സൽപ്പേര് നിലനിർത്താനാണ്. രാജധർമ്മം പരിപാലിക്കാനാണ്. ഇപ്പോൾ
ചാരിത്രത്താൽ സംശയമാർന്നവളാണ് നീ. കൺരോഗം ബാധിച്ചവൻ്റെ മുന്നിൽ വിളക്ക് വയ്ക്കും പോലെ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ദുസ്സഹമാകുന്നു. നിനക്ക് എവിടെ പോകുന്നതിനും ഞാൻ സമ്മതം നൽകുന്നു. മറ്റൊരുവൻ്റെ വീട്ടിൽ ഏറെ ദിവസം കഴിഞ്ഞ ഒരുവളെ അന്തസ്സുള്ള ആരെങ്കിലും തിരികെ സ്വീകരിക്കുമോ? നീ കരുതും പോലെ നിന്നോടെനിക്ക് യാതൊരു തരം ആസക്തിയുമില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയേറെ സുന്ദരിയായ സീതയെ കണ്ട് അധിക നാൾ മനസ്സ് നിയന്ത്രിക്കാൻ ദുഷ്ടനായ രാവണന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാണപ്രിയനിൽ നിന്നുണ്ടായ പരുഷമായ വാക്കുകൾ താങ്ങാൻ സീതാദേവിക്ക് കെൽപ്പുണ്ടായിരുന്നില്ല. അവർ കണ്ണീരൊഴുക്കി വിതുമ്പാൻ തുടങ്ങി. തൻ്റെ ശരീരം തന്നെ ചെറുതായി തോന്നി. രാമൻ്റെ വാക്കുകൾ കേട്ട് ഹനുമാൻ തുടങ്ങിയവർ ദുഃഖത്തിലാണ്ടു. മുഖം തുടച്ച് സീതാദേവി ഭർത്താവിനോടിങ്ങനെ അപേക്ഷിച്ചു. അവിടുന്ന് ഇത്രയും ക്രൂരമായ വാക്കുകൾ എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത്? എനിക്കുള്ളത് തികച്ചും വിശ്വസിക്കാവുന്ന ചാരിത്രമാണ്. അങ്ങ് വെറും ഒരു പ്രാകൃത സ്ത്രീയെ പോലെ എന്നെ സംശയിക്കരുത്. എൻ്റെ കൈകളിൽ മാത്രമാണ് രാവണൻ സ്പർശിച്ചത്. അത് ഞാൻ അബല ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ്. അത് അങ്ങയുടെ മുന്നിൽ ദൃഢതയോടെ നിൽക്കുകയാണ്. ഇത്ര കാലവും ഒന്നിച്ചു ജീവിച്ച അങ്ങയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്. ഇതായിരുന്നു അവിടുത്തെ അഭിപ്രായം എന്നറിഞ്ഞിരുന്നു എങ്കിൽ ഹനുമാന്റെ മുന്നിൽ വെച്ച് ഞാൻ ജീവൻ വെടിയുമായിരുന്നല്ലോ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇവർക്കാർക്കും അപകടം സംഭവിക്കുകയും ഇല്ലായിരുന്നു. ഇത്രയും പറഞ്ഞ സീതാദേവി ലക്ഷ്മണനോടായി പറഞ്ഞു, അനുജ, എനിക്കായി ഒരു ചിത നിർമ്മിക്കൂ. ഈ അപവാദത്തിൽപ്പെട്ട് ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് എൻ്റെ പ്രിയതമൻ എന്നെ ഉപേക്ഷിച്ചു. ഞാനിതാ അഗ്നിയിൽ ചാടുകയാണ്. ലക്ഷ്മണൻ ധർമ്മസങ്കടത്തിലായി. ജ്യേഷ്ഠൻ്റെ ആഗ്രഹവും അതുതന്നെയെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ഉടനെ അഗ്നികുണ്ഡം ഒരുക്കി. കുനിഞ്ഞു നിന്നിരുന്ന രാമചന്ദ്രനെ ദേവി വലത്തുവെച്ചു. അഗ്നികുണ്ഡത്തിന് മുന്നിലെത്തി ദേവന്മാരെയും ബ്രാഹ്മണരെയും മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയതമനിൽ നിന്നും ഒരിക്കലും എൻ്റെ മനസ്സ് തകർന്നിട്ടില്ലെങ്കിൽ അഗ്നിദേവൻ എന്നെ രക്ഷിക്കട്ടെ. ബുദ്ധി കൊണ്ടോ കർമ്മം കൊണ്ടോ ഞാൻ ദേവനെ തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ അഗ്നി എന്നെ രക്ഷിക്കട്ടെ. പിന്നീട് അഗ്നിയെ വലം വെച്ച് ചാഞ്ചല്യമില്ലാതെ അഗ്നി മധ്യത്തിലേക്ക് ചാടി. ഒരു വലിയ പുരുഷാരം മുഴുവൻ അതിന് സാക്ഷിയായി നിന്നു. കവികളും രാക്ഷസന്മാരും അയ്യോ എന്ന് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ വിലാപം കണ്ട് രാമചന്ദ്രൻ ദുഃഖിതനും ഹതാശനുമായി. ഈ സമയം ആകാശത്ത് കുബേരൻ, ദേവേന്ദ്രൻ, വരുണൻ, മഹാദേവൻ, ബ്രഹ്മാവ് എന്നിവരെല്ലാം പ്രത്യക്ഷരായി. ദശരഥനോടൊത്ത് അന്തകനും അവിടെ എത്തി. അവരുടെ മുന്നിൽ കൈകൂപ്പി നിന്ന രാമചന്ദ്രനോട് ദേവന്മാർ ചോദിച്ചു, ജ്ഞാനികളുടെ ജ്ഞാനിയായ അവിടുന്ന് എന്തുകൊണ്ടാണ് സീതയെ തടുക്കാത്തത്? ദേവദേവനാണ് താനെന്ന് അറിയാത്തതായി നടിക്കുന്നതെന്താണ്? ലോകത്തിലെ സകല സത്യങ്ങളും അറിയുന്നവനാണല്ലോ അവിടുന്ന്. പിന്നെ എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്നത്? ഇത് കേട്ട് അത്ഭുത പരതന്ത്രനായ രഘുരാമൻ താൻ ആരാണെന്നും എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നതെന്നും ആരാഞ്ഞു. അമരന്മാർ ഇങ്ങനെ മറുപടി നൽകി, രാമദേവ, ശംഖചക്ര ഗദായുധധാരിയായ ശ്രീനാരായണൻ അവിടുന്നാണ്. സാക്ഷാൽ വൈകുണ്ഠപതി. ഈ ലോകമെല്ലാം അവിടുത്തെ ശരീരമാണ്. സീതാദേവി മഹാലക്ഷ്മിയും അങ്ങ് രാവണ നിഗ്രഹത്തിനായി മനുഷ്യരൂപം എടുത്തതാണ്. ദേവന്മാർ ഇത് പറഞ്ഞപ്പോഴേക്കും അഗ്നി ഭഗവാൻ സീതാദേവിയുമായി അഗ്നികുണ്ഡത്തിന് മുകളിൽ പ്രത്യക്ഷനായി. സീതാദേവിയുടെ ആഭരണങ്ങളെല്ലാം അതേപടി തന്നെ. തലമുടിക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. കഴുത്തിൽ ധരിച്ചിരിക്കുന്ന പുഷ്പമാല്യം ഒന്ന് വാടുക പോലും ചെയ്തിട്ടില്ല. അഗ്നിദേവൻ സീതയെ രാമന് സമർപ്പിച്ചിട്ട് ഇങ്ങനെ ആജ്ഞാപിച്ചു, ശ്രീരാമ, അങ്ങയുടെ ധർമ്മപത്നി ഇതാ നിൽക്കുന്നു. ദേവി യാതൊരു അഹിതവും ചെയ്തിട്ടില്ല. വാക്കിനാലോ നോട്ടത്തിനാലോ ചിന്തയാലോ അങ്ങയെ തള്ളിയിട്ടില്ല. ദേവിയെ സ്വീകരിക്കൂ.
മറുത്തൊന്നും പറയണ്ട, ഇത് എൻ്റെ ആജ്ഞയാണ്. രാമചന്ദ്രൻ്റെ മനസ്സും മുഖവും തെളിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം രൂപമാർന്നു നിൽക്കുന്ന അഗ്നിദേവനോട് അരുളി ചെയ്തു, ഈ 3 ലോകത്തും ദോഷമില്ലാത്തവളായി സീത മാത്രമേയുള്ളൂ. അത് എനിക്കറിയാം. വൈദേഹിയെ വെറുതെ സ്വീകരിച്ചാൽ ജനങ്ങൾ എന്നെ പരിഹസിക്കും. ദേവിയെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസത്തോടെ സ്വീകരിക്കാനാണ് ലോകരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്തത്. രാവണനോ മറ്റാർക്കുമോ വൈദേഹിയെ തൊടാൻ കഴിയില്ല. അതിനെല്ലാം പുറമെ ലോകനായകന്മാരായ ദേവന്മാർ പറയുന്നതും എനിക്ക് കേൾക്കണമല്ലോ. ഈ വാക്കുകൾ കേട്ട് ദേവന്മാർ രാമചന്ദ്രനെ സ്തുതിച്ചു. രാമൻ തൻ്റെ പ്രിയ പത്നിയെ ആഹ്ലാദം പുറത്തു കാണിക്കാതെ സ്വീകരിച്ചു. അയോധ്യയിലേക്ക് മടങ്ങി സന്തോഷത്തോടെ രാജ്യം ഭരിക്കാൻ മഹേശ്വരൻ അനുഗ്രഹിച്ചു. അശ്വമേധം തുടങ്ങി യാഗങ്ങൾ നടത്തി ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കുവാൻ രാമന് കഴിയുമെന്നും അനുഗ്രഹിച്ചു. ആ സമയത്ത് വിമാനത്തിലിരുന്നിരുന്ന ദശരഥ മഹാരാജാവിനെ രാമൻ ലക്ഷ്മണ സമേതനായി ചെന്ന് കണ്ടു വണങ്ങി. ദശരഥൻ തൻ്റെ പ്രിയപുത്രനെ മടിയിലിരുത്തി ആശ്ലേഷിച്ചു. രാമ, നിന്നെ പിരിഞ്ഞുള്ള ജീവിതം സ്വർഗത്തിലായാലും എനിക്ക് സഹിക്കാനാവാത്തതാണ്. നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ദുഃഖമെല്ലാം പോയി. ഇതെല്ലാം രാവണ നിഗ്രഹത്തിനായി സംഭവിച്ചതാണ്. വനവാസം കഴിഞ്ഞ് വേഗം കൗസല്യയുടെ സമീപത്തെത്തൂ. അഭിഷേകം ചെയ്ത് ഭരതനുമൊത്ത് ദീർഘകാലം ജീവിക്കൂ. പിതാവിൻ്റെ വാക്കുകൾ കേട്ട രാമൻ കൈകേയിയെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. വാത്സല്യനിധിയായ പിതാവ് അങ്ങനെ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ദശരഥൻ ലക്ഷ്മണനെ അനുഗ്രഹിച്ചു. അടുത്ത് അഞ്ജലി കൂപ്പി നിൽക്കുന്ന സീതയോട് ദുഃഖമെല്ലാം കളഞ്ഞ് ഭർതൃശുശ്രൂഷ ചെയ്ത് സന്തോഷവതിയായാലും എന്നുപദേശിച്ചു. ചാരിത്രവതിയായ സീത എന്നും ലോകത്തിന് അഭിമാനമായിരിക്കുമെന്നും പറഞ്ഞു. അനന്തരം ദശരഥൻ വിണ്ണിലേക്ക് മടങ്ങി. ഇഷ്ടവരദാന സന്നദ്ധനായ ഇന്ദ്രനോട് പൊരുതി മരിച്ച വാനരന്മാരെ പുനർജീവിപ്പിക്കണം എന്ന് രാമൻ അപേക്ഷിച്ചു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ദേവൻ അനുഗ്രഹം നൽകി. ഉറക്കം വിട്ടുണർന്നവരെ പോലെ വാനരന്മാർ യുദ്ധഭൂമിയിൽ നിന്ന് എണീറ്റു വന്നു. സീതയെ ആശ്വസിപ്പിക്കുവാനും അയോധ്യയിലേക്ക് മടങ്ങുവാനും രാമനോട് അരുളി ചെയ്ത് ദേവന്മാർ അപ്രത്യക്ഷരായി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്